നമ്മളിന്നിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഇൻറ്റീരിയർ ഓഫ് എർത്തിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ എർത്തിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എർത്ത് ഉണ്ടാവുക എന്നുള്ള സംഗതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഫസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്നത്, ഇൻറ്റീരിയർ ഓഫ് എർത്തിനകത്ത്. ഇതിന് തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിനകത്ത് നമ്മൾ എർത്തിൻ്റെ ഫോർമേഷനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അതായത് ഒരു സോളാർ സിസ്റ്റത്തിൽ നിന്ന് എർത്ത് എങ്ങനെ ഫോം ചെയ്തു, സൺ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ജയൻ്റ് എങ്ങനെ ഫോം ചെയ്തു, സണ്ണിൽ നിന്ന് പൊടിപടലങ്ങൾ ചുറ്റും ഇതേപോലെ തെറിച്ച് പോയി ആ പൊടിപടലങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർന്നിട്ട് എന്തുണ്ടായി, ഗ്രഹങ്ങളുണ്ടായി, പ്ലാനറ്റ്സ് ഉണ്ടായി, അത് അതിന് ചുറ്റും റിവോൾവ് ചെയ്യാനായിട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എർത്തിൻ്റെ ഉള്ളിനകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മുടെ ഭൂമിക്കകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതെന്തിനാണത് നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. അതായത് നമ്മുടെ എർത്തിന് നടക്കുന്ന പല പ്രോസസ്സുകളും രണ്ട് ടൈപ്പ് ഓഫ് പ്രോസസ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എക്സോജനിക് പ്രോസസ്സ്, എൻഡോജനിക് പ്രോസസ്സ്. അല്ലെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ സർഫസ് അല്ലെങ്കിൽ അതിന് ചുറ്റും നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഇപ്പോൾ വെതർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വ്യത്യസ്ത ലാൻഡ് ഫോംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക വേവ്സ് ആയിക്കോട്ടെ, അങ്ങനെ നമ്മുടെ എർത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സർഫസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സകല ഫീച്ചേഴ്സും രണ്ട് പ്രോസസ്സ് മൂലമാണ് സംഭവിക്കുന്നത്. ഒന്ന് എക്സോജനിക് പ്രോസസ്സ്, രണ്ടാമത്തത് എൻഡോജനിക് പ്രോസസ്സ്. എക്സോജനിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ നടക്കുന്നതായിട്ടുള്ള പ്രോസസ്സ്. ഓക്കെ, സർഫസിൽ നടക്കുന്നതായിട്ടുള്ള പ്രോസസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സർഫസിൽ എന്തുണ്ട്, റെയിൻ സംഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റെയിൻ താഴോട്ട് വീഴുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ടൈഡുകൾ സംഭവിക്കുന്നുണ്ട്. ഇതിനൊക്കെ മെയിനായിട്ടുള്ള കാരണക്കാരാരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സൺ. കാരണം സണ്ണിൽ നിന്ന് വരുന്ന ഹീറ്റാണല്ലോ എന്ത് സംഭവിക്കുന്നത്, വാട്ടറിനെ വാട്ടർ വേപ്പറാക്കി മാറ്റിയിട്ട് റെയിൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്രാവിറ്റി, മുകളിലേക്ക് പോയ വെള്ളം തിരിച്ച് താഴേക്ക് എർത്തിലേക്ക് വന്ന് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഗ്രാവിറ്റി വേണമല്ലോ. അപ്പം ഈ റെയിന്, സണ്ണ്, ഗ്രാവിറ്റി, അതുപോലെ തന്നെ ചില പാറകൾ ഇങ്ങനെ പൊടിഞ്ഞ് എന്താ പറയുക, ചില സർട്ടൻ റോക്ക് ഫോർമേഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്, അതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്, ഈ സണ്ണ്, ഗ്രാവിറ്റി തുടങ്ങിയ സർഫസിൽ നടക്കുന്ന പ്രോസസ്സുകളുടെ മൂലം ആണ് സംഭവിക്കുന്നത്. അതിനെയാണ് നമ്മൾ എക്സോജനിക് പ്രോസസ്സ് എന്ന് പറയുക. രണ്ടാമത്തതായിട്ടുള്ള എൻഡോജനിക് പ്രോസസ്സ്, ഇപ്പോൾ വോൾക്കാനിക് എറപ്ഷൻ, അതുപോലെ തന്നെ എർത്ത് ക്വേക്സ്, ഇതിനൊക്കെ കാരണം സംഭവിക്കുന്നത് ഭൂമിക്ക് അടിയിലാണ്. ഇതിനൊക്കെ കാരണം സംഭവിക്കുന്നത് എവിടെയാണ്, ഭൂമിക്ക് അടിയിലാണ്, ഇൻസൈഡ് എർത്ത്. എർത്തിൻ്റെ അടിയിലാണ് എന്ത് സംഭവിക്കുന്നത്, ഇതിനൊക്കെയുള്ള കാരണങ്ങൾ നടക്കുന്നത്. ഇപ്പം എർത്ത് ക്വേക്ക് സംഭവിക്കുന്നത് പ്ലേറ്റുകളിൽ തമ്മിലുള്ള മൂവ്മെൻറ്റ് മൂലമാണ്. ഈ പ്ലേറ്റുകളുടെ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്മയുടെ ഫ്ലോ കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ വോൾക്കാനിക് എറപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിൽ ഏതെങ്കിലും ക്രസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു വിടവുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കിടക്കുന്ന മാഗ്മ ഹൈ പ്രഷറിൽ അതിൽ നിന്ന് ചീറ്റി പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ വോൾക്കാനിക് എറപ്ഷൻ. അങ്ങനെ പല കാര്യങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മുടെ എർത്തിനകത്തുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ നടക്കുന്ന പല ഫോംസോ അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളോ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഓഫ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. ഒന്ന് എക്സോജനിക് പ്രോസസ്സ്, എൻഡോജനിക് പ്രോസസ്സ്. ഓക്കെ, എക്സോജനിക് പ്രോസസ്സ്, എൻഡോജനിക് പ്രോസസ്സ്. അതിൽ എർത്തിൻ്റെ സർഫസിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, മെയിൻലി എക്സോജനിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എൻഡോജനിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സെൻറ്റൻസാണ് ഇതിനകത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അതായത് ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഓൺലി ബൈ ഇൻഡയറക്റ്റ് എവിഡൻസസ്. അതിലൊക്കെ നമുക്ക് പറയുന്ന കോൺഫിഗറേഷൻ ഓഫ് സർഫസ് ഓഫ് ലാർജ്ലി എ പ്രൊഡക്റ്റ് ഓഫ് എർത്തിൻ്റെ സർഫസിൻ്റെ പ്രൊഡക്റ്റ് പ്രോസസ്സസ് ഓപ്പറേറ്റിംഗ് ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്. അതായത് എർത്തിനകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ മൂലമാണ് പുറത്ത് സർഫസിനകത്ത് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അത് എക്സോജനിക് ആസ് വെൽ ആസ് എൻഡോജനിക് പ്രോസസ്സ് ആണ് എന്ത് ചെയ്യുന്നത്, എർത്തിൻ്റെ ലാൻഡ്സ്കേപ്പിന് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത്. എക്സോജനിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സോജനിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, അകത്ത് പുറമേ സംഭവിക്കുന്നത് ഡ്യൂ ടു സൺ ഓർ ഗ്രാവിറ്റി. എൻഡോജനിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എർത്തിന് അകത്ത് സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഡ്യൂ ടു മാഗ്മ അല്ലെങ്കിൽ മാഗ്മയുടെ ഫ്ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്, എൻഡോജനിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ
രണ്ടാമതായിട്ട് എർത്തിൻ്റെ ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എർത്തിൻ്റെ ഇൻസൈഡ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയേഴ്സായിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എർത്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സ്പെറിക്കലാണ്. എന്നാൽ കറക്റ്റ് സ്ഫിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല. ഓക്കെ, അപ്പം എർത്തിൻ്റെ ഏറ്റവും മോസ്റ്റ് ഔട്ടർ പാർട്ടിന് നമ്മൾ എന്തെന്ന് പറയാം, ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് പറയുക. തിൻ ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിസിയൊക്കെ നമ്മൾ തിന്നാൻ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് മുരിഞ്ഞിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളില്ലേ, ഉള്ളിൽ ചീസിൻ്റെ അതേപോലെ തന്നെ കുറേ സംഗതികളൊക്കെ ഇങ്ങനെ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറേ ചീസും അതേപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ടാകും. അതിൻ്റെ പുറമേ അതേപോലെ തന്നെ അങ്ങനെ നല്ല മുരിഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുന്ന ആ ഒരു തിൻ ക്രസ്റ്റ്. അപ്പോൾ അതുപോലെ മുരിഞ്ഞിരിക്കുന്നൊരു എക്സ്റ്റേണൽ ക്രസ്റ്റിനെയാണ്, എർത്തിൻ്റെ എക്സ്റ്റേണൽ ക്രസ്റ്റിനെ പുറമേയുള്ള ഭാഗത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നു, ക്രസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ക്രസ്റ്റ്. ഇനി ക്രസ്റ്റ് കഴിഞ്ഞാലോ, ക്രസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെയും ഒരു ലെയർ ഉണ്ട്. ആ ലെയറിനെ നമ്മൾ മാൻഡിൽ എന്ന് പറയും. മാൻഡിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഔട്ടർ മാൻഡിലുണ്ട്, അതേപോലെ തന്നെ ഇൻ്റർ മാൻഡിലുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് പിന്നെ എന്തുണ്ട്, കോറുണ്ട്, സെൻട്രലായിട്ട് കോറുണ്ട്. അങ്ങനെ പല ലെയേഴ്സായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, എർത്തിൻ്റെ ഇൻസൈഡ് പോർഷൻ ഉള്ളത്. എർത്തിൻ്റെ ഇൻസൈഡ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ലെയേഴ്സ്, സർട്ടൻ ലെയേഴ്സ്. അങ്ങനെ ലെയർ ആയിട്ടാണ് എർത്തിൻ്റെ ഇൻസൈഡ് പോർഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ലെയേഴ്സിനെ കുറിച്ചിട്ടും ഈ പറഞ്ഞിട്ടുള്ള ലെയേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അത് ഏത് ഫോമിലാണ് ഇരിക്കുന്നത്, സോളിഡ് സ്റ്റേറ്റിലാണോ ലിക്വിഡ് സ്റ്റേറ്റിലാണോ അല്ലെങ്കിൽ ചൂടായിട്ടാണോ ഇരിക്കുന്നത്, എത്ര ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ എന്തിനകത്ത് ഫോർവേഡ് ടുവേഴ്സ് ദിസ് ചാപ്റ്റർ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ടുവേഴ്സ് ദിസ് ചാപ്റ്റർ, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി എർത്തിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 6378 കിലോമീറ്ററാണ്. ഓക്കെ, എർത്തിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6378 കിലോമീറ്ററാണ്. അപ്പോൾ ആയതിനാൽ തന്നെ 6738 കിലോമീറ്റർ ഡെപ്തിലേക്ക് പോകാനുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള യാതൊരു സംഗതിയും ഇല്ല നിലവിൽ. അതായത് ഇത്രയും ഭാഗം തുറന്ന് ഉള്ളിലേക്ക് പോകാനുള്ള എക്യുപ്മെൻറ്റ്സ് എന്തില്ല, മനുഷ്യൻ്റെ കയ്യിൽ നിലവിൽ ഇല്ല, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. നിലവിലെ സാഹചര്യങ്ങൾ ഉപയോഗിച്ചിട്ട്, നിലവിലുള്ള മനുഷ്യൻ്റെ അറിവ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉൾഭാഗം വരെ പോകാനുള്ള കഴിവ് ഇപ്പോൾ നിലവിൽ മനുഷ്യനില്ല. അപ്പോൾ എന്ത് ചെയ്യും, സർട്ടൻ ഒബ്സർവേഷൻസ് നടത്തും, അല്ലെങ്കിൽ ചില മെറ്റീരിയൽസിൻ്റെ സാമ്പിളുകൾ കളക്ട് ചെയ്യും. അപ്പോൾ അതുമൂലം ഒരു സർട്ടൻ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എർത്തിൻ്റെ ചില ഭാഗത്ത് ചില മൈൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള റോക്ക് സാമ്പിൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കും വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് സമയം മാറുന്നതിനനുസരിച്ചിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്, ഇതിൻ്റെ മുകളിൽ എന്തൊക്കെ വന്ന് കുമിഞ്ഞു കൂടുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യം പഠിക്കും. പോരാത്തതിന് ഇൻഡയറക്റ്റായിട്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള എർത്തിൻ്റെ പല പ്രത്യേകതകളെ കുറിച്ച് പഠിച്ചിട്ട് അതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എർത്തിൻ്റെ ഡയറക്റ്റ് ഈ ലെയറായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് എന്തല്ല, ആരും നേരിട്ട് പോയി കണ്ടിട്ട് തിരിച്ചറിയുന്ന സാധനമല്ല. പകരം നമുക്ക് ചുറ്റുമുള്ള എവിഡൻസസ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു കൺക്ലൂഷനിൽ അല്ലെങ്കിൽ നിഗമനത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. പിന്നെ അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിനകത്ത് ഇന്ന കാര്യങ്ങളൊക്കെയാണ്, ഇന്ന സാധനങ്ങളൊക്കെയാണ് എന്നുള്ളത് നമ്മളൊരു എസ്റ്റിമേറ്റിലേക്ക് എത്തിച്ചേരുകയാണെന്ന് പറഞ്ഞു. അത് എത്തിച്ചേരുന്നത് എങ്ങനെയൊക്കെയാണ്, അതിന് പ്രധാനമായിട്ടും രണ്ട് സോഴ്സുകളാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് സോഴ്സ്, പിന്നൊന്ന് ഇൻഡയറക്റ്റ് സോഴ്സ്. ഡയറക്റ്റ് സോഴ്സും ഇൻഡയറക്റ്റ് സോഴ്സും. എന്താണ് ഡയറക്റ്റ് സോഴ്സ്? നോക്കാം. ഇതിനകത്ത് ഈ പറഞ്ഞ സംഗതിക്കകത്ത് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. ഇതിനകത്ത് നോക്കിയാൽ മോസ്റ്റ് ഈസിലി അവൈലബിൾ സോളിഡ് എർത്ത് മെറ്റീരിയൽ ഈ സർഫസ് റോക്ക് ആർ ദ റോക്സ് വി ഗെറ്റ് ഫ്രം മൈനിങ് ഏരിയാസ്. ആദ്യത്തെ ഒരു ഡയറക്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിൻ്റെ മെറ്റീരിയൽ, അതായത് സർഫസിലുള്ള റോക്സിനെ കുറിച്ചിട്ടുള്ള പഠനം, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ഡയറക്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അതായത് എർത്തിൻ്റെ സർഫസിന് മുകളിൽ എന്തുണ്ട്, പല ടൈപ്സ് ഓഫ് സർഫസിൽ എന്തുണ്ട്, പല ടൈപ്സ് ഓഫ് റോക്സ് ഉണ്ട്. അപ്പോൾ ആ റോക്സിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ആ റോക്സിൻ്റെ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ സ്പെസിമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ ഒരു അതിൻ്റെ ചെറിയ ഒരു പോർഷൻ നമ്മൾ എടുത്തിട്ട് അതിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്പെസിമെൻ എന്ന് പറയുക.
അതേപോലെ ഗോൾഡ് മൈൻസിൻ്റെ അകത്തൊക്കെ ഉള്ള പല റോക്കുകളും എടുത്തിട്ട് അതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്പെസിമെൻ എടുത്തിട്ട് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ഒരു ചെറിയ ചെറിയ ഐഡിയാസൊക്കെ കിട്ടിത്തുടങ്ങും. അതിൽ ഒന്ന് ഡയറക്റ്റ് സോഴ്സുകൾ, നമുക്ക് നേരിട്ട് കുഴിച്ചെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഗോയിങ് ബിയോണ്ട് ഡെപ്ത് ഈസ് നോട്ട് പോസിബിൾ ആസ് ഇറ്റ് ഈസ് വെരി ഹോട്ട് അറ്റ് ദിസ് ഡെപ്ത്. ഈ മൈൻസിൻ്റെ ഉള്ളിൽ, മൈൻസിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 4 കിലോമീറ്ററാണ്. ഈ 3 to 4 കിലോമീറ്റർ എർത്തിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിന് അകത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ടേബിളിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ബുക്ക് വെച്ചേക്കാണ്. ഓക്കെ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ പല പല ബുക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലൊരു ബുക്ക് എടുത്ത് മാറ്റിയിട്ട് ആ ഭാഗത്ത് കൈ എടുത്തിട്ട് വീണ്ടും പഴയ ബുക്ക് അതേപോലെ പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ ഈ ടോപ്പ് മോസ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ 1, 2, 3, ഓക്കെ, ഈ ടോപ്പ് മോസ്റ്റ് ബുക്ക് എടുത്ത് മാറ്റിയിട്ട് ഈ മുകളിലുള്ള ബുക്ക് എടുത്ത് മാറ്റിയിട്ട് ആ താഴെ കൈ വെച്ചിട്ട് ആ ബുക്കിനെ മുകളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കെന്ത്, ഒരു പ്രഷർ ഫീൽ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഈ 2 ബുക്കുകൾ എടുത്ത് മാറ്റിയിട്ട് പിന്നെയും കൈ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബുക്ക് വയ്ക്കുമ്പോൾ അപ്പോഴും നമുക്കൊരു പ്രഷർ ഫീൽ ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുന്നു, ഈ 3 ബുക്കുകളും മൊത്തമായിട്ട് എടുത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ അടിയിൽ വയ്ക്കുന്നു, കൈ വയ്ക്കുന്നു. എന്നിട്ട് പ്രഷർ നമ്മൾ ഫീൽ ചെയ്യുന്നു. എപ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രഷർ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കൈയിന് കൂടുതൽ പ്രഷർ നമുക്ക് എപ്പോഴാണ് ഫീൽ ചെയ്യുക? ഈ 3 പുസ്തകങ്ങളും എടുത്ത് മാറ്റി അതിൻ്റെ അടിയിൽ വയ്ക്കുമ്പോഴല്ലേ. അഥവാ നമ്മുടെ മുകളിലുള്ള ഭാഗത്ത് കൂടുതൽ എന്തുണ്ടെങ്കിൽ, മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പ്രഷർ കൂടുതലല്ലേ. മനസ്സിലായോ? അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഷറില്ല, പക്ഷെ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷറുണ്ട്. കാരണം അതിൻ്റെ മുകളിൽ എന്തുണ്ട്, ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് വെയിറ്റ് ഉണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാലോ സർട്ടൺ എമൗണ്ട് ഓഫ് വെയിറ്റ് ഉണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാലോ കൂടുതൽ വെയിറ്റായി. അപ്പോൾ എർത്തിൻ്റെ സിമിലർ കേസാണ് എർത്തിൻ്റെ ഡെപ്തിലേക്ക് പോകുന്നതോറും സംഭവിക്കുന്നത്. സർഫസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വലിയ വെയിറ്റ് ഒന്നുമില്ല, റോക്കൊന്നുമില്ല. പക്ഷേ പിന്നെ ഉള്ളിലേക്ക് കുഴിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഇത്ര ലെയറിനെ താങ്ങി നിർത്തണം. നോക്കിയേ, ഈ ലെയർ വരെത്തി, കുഴിച്ച് ഈ ലെയർ വരെത്തി. ആ ലെയർ എന്ത് ചെയ്യണം, അത്രയും ഹൈറ്റിലുള്ള പാറകളെയും അല്ലെങ്കിൽ ലെയറിനെയും താങ്ങി നിർത്തണം. ഇനി കുറച്ചും കൂടി ഉള്ളിലേക്ക് കുഴിച്ച് പോയാലോ, കുറച്ചും കൂടി. അപ്പം നമ്മൾ ഡെപ്തിലേക്ക് പോകും തോറും അതിൻ്റെ മുകളിലുള്ള ലെയറിൻ്റെ വെയിറ്റും കൂടി ആ പോർഷനിലേക്ക് വരും. ആൻഡ് ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും, കൂടുതൽ പ്രഷർ ജനറേറ്റ് ചെയ്ത് തുടങ്ങും. കൂടുതൽ എന്ത് ജനറേറ്റ് ചെയ്ത് തുടങ്ങും, പ്രഷർ ജനറേറ്റ് ചെയ്ത് തുടങ്ങും. കൂടുതൽ പ്രഷർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഒരു ഡ്രിൽ ബിറ്റ് എടുത്ത് പോയിട്ട് ഒരു ഡ്രില്ലെടുത്തിട്ടാണ് സാധാരണ നമ്മൾ തുളയ്ക്കുക ആണല്ലോ. അപ്പോൾ സർഫസിലുള്ള റോക്കുകൾ എളുപ്പത്തിൽ നമുക്ക് തുളച്ച് കയറാൻ പറ്റും. പക്ഷേ അകത്തോട്ട് ചെല്ലും തോറും പാർട്ടിക്കിൾസിൻ്റെ പ്രഷറും അതേപോലെ തന്നെ ചൂടും കൂടുതലായത് കാരണം ഡ്രിൽസിന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മുടെ നിലവിലുള്ള ഡ്രിൽസിന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു സർട്ടൺ ഡെപ്തിലേക്ക് കുഴിച്ച് തുളച്ച് പോവാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു മനുഷ്യന് മാക്സിമം പോകാൻ പറ്റുന്ന ഡെപ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 12 കിലോമീറ്ററാണ്. അത് വർഷങ്ങളെടുത്തിട്ടാണ് അവർ ആ 12 കിലോമീറ്റർ എന്ത് ചെയ്തത്, കുഴിച്ചെടുത്തത്. ആ പോർഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോല എന്ന് പറയുന്ന പ്രദേശത്താണ്, വിച്ച് ഈസ് ഇൻ ദ ആർട്ടിക് ഓഷൻ. ആ കുഴിച്ചെടുത്ത ആൾക്കാർ റഷ്യൻസാണ്. ഓക്കെ, അപ്പം മനുഷ്യൻ പോസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ഡീപ്പസ്റ്റ് ഹോൾ എന്ന് പറയുന്നത് കോലയിൽ, അല്ലെങ്കിൽ കോലയിലുള്ള ആർട്ടിക് ഓഷൻ്റെ ഭാഗത്തുള്ള കോല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീജിയണിലാണ്. ഒരു മൈനിങ് വെല്ലാണ്. ആ വെല്ല് ഡിഗ് ചെയ്തിട്ടുള്ളത് റഷ്യക്കാരാണ്. അവർക്ക് മാക്സിമം എത്തിപ്പെടാൻ പറ്റിയ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 കിലോമീറ്ററാണ്. അതിനപ്പുറത്തോട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഫർദറായിട്ട് ഡ്രില്ലിങ് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡയറക്റ്റ് സോഴ്സുകൾ നമുക്ക് പരിമിതമാണ്. അഥവാ നമുക്ക് നേരിട്ട് സാമ്പിൾ കളക്ട് ചെയ്ത് തിരിച്ചറിഞ്ഞ് റിസർച്ച് നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, കുറവാണ്. കാരണം എന്താ, നമുക്ക് അതിനുള്ള കഴിവുകളില്ല. കാരണം എന്താ, എർത്തിൻ്റെ കൂടുതൽ ഡെപ്തിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. എർത്തിൻ്റെ കൂടുതൽ ഡെപ്തിലേക്ക് പോകാനായിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യില്ല, പറ്റില്ല. ഓക്കെ, കൂടുതൽ ഡെപ്തിലേക്ക് പോകാനായിട്ട് ഹ്യൂമൻലി പോസിബിൾ അല്ല. അതുകൊണ്ട് ഡയറക്റ്റ് സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, എർത്തിൻ്റെ സർഫസിനെയോ അല്ലെങ്കിൽ ലെയറുകളെയോ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഉപയോഗിക്കണം. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് വോൾക്കാനിക് ഇറപ്ഷനാണ്. ഓക്കെ, സെയിം ഡയറക്റ്റ് മെത്തേഡാണ്. അടുത്ത സാമ്പിൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് വോൾക്കാനിക് ഇറപ്ഷൻ ത്രൂ ആണ്. ഓക്കെ, ഞാനിവിടെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നാണ് പറഞ്ഞത്, ഇൻഡയറക്റ്റ് മെത്തേഡ് അല്ല. കാരണം ഡയറക്റ്റ് നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് എന്നല്ല പറയുക, ഡയറക്റ്റ് എന്നാണ് പറയുക. ശരിയാണ്. അപ്പോൾ വോൾക്കാനിക് ഇറപ്ഷൻ്റെ സമയത്ത് പുറത്തേക്ക് വരുന്ന ലാവ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതും ഒരു ഡയറക്റ്റ് ഇൻഫർമേഷൻ തരുന്നത്. കാരണം അത് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് വരുന്നതാണ്. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ലാവ. പക്ഷേ ലാവയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് എർത്തിൻ്റെ സെൻറ്ററിൽ ഹൈ പ്രഷറിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ മാഗ്മ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ഈ ഹൈ പ്രഷറിലുള്ള മാഗ്മ പുറത്തേക്ക് ഇജക്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് സർട്ടൻ എമൗണ്ട് ഓഫ് ഗ്യാസസ് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഫൈനൽ ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേര് ലാവ എന്നാണ്. ഓക്കെ, അപ്പോൾ എർത്തിനകത്താണെന്നുണ്ടെങ്കിൽ അതിന് മാഗ്മ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ഹൈ പ്രഷറിലും ഹൈ ഗ്യാസസിലും ഇരിക്കുന്ന ആ സാധനത്തിന് മാഗ്മ എന്നാണ് പറയുക. അത് പുറത്തേക്ക് വരുമ്പോൾ അതിൽ നിന്ന് സർട്ടൺ എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾസും അതേപോലെ തന്നെ ഗ്യാസും പുറത്തേക്ക് എമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് വരുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത് ലാവ. അപ്പോൾ ഈ ലാവ ഉപയോഗിച്ചിട്ട് നമുക്ക് എർത്തിൻ്റെ സർഫസിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടും. പക്ഷേ മാക്സിമം ഐഡിയ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ? ലാവ എർത്തിൻ്റെ സർഫസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്യും. അപ്പോൾ ആയതിനാൽ തന്നെ ലാവ ഉപയോഗിച്ചുള്ള പഠനം എന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ലിമിറ്റഡ്. കാരണം അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ആയതിനാൽ തന്നെ ഡയറക്റ്റ് സോഴ്സസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എർത്തിൻ്റെ ലെയറുകളെ കുറിച്ച് പഠിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് പഠിക്കാനായിട്ട് പറ്റില്ല. ബിക്കോസ് വി ഹാവ് ലിമിറ്റഡ് സോഴ്സസ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇനി അടുത്ത രീതിയിൽ നമുക്ക് ലെയറുകളെ കുറിച്ചിട്ട് നല്ല വിശദമായിട്ട് പഠിക്കാൻ പറ്റുക? അതിന് സഹായിക്കുന്ന സംഗതികളാണ് ഇൻഡയറക്റ്റ് സോഴ്സസ്. ഇപ്പം നമ്മളൊരു നാട്ടിലൊരു ചെക്കനെ കുറിച്ചിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് അവനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കണമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു ചെക്കനുണ്ട്, ആ ചെക്കൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് അവനെക്കുറിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയി അന്വേഷിക്കുക, അല്ലെങ്കിൽ അവനുമായിട്ട് കമ്പനി അടിച്ച് നടന്നു കഴിഞ്ഞിട്ട് അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡയറക്റ്റ് ഇൻഫർമേഷനാണ്, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനാണ്. ഇപ്പോൾ ചെക്കൻ കുറച്ച് പെശകാണ്, അവനായിട്ട് ഡീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവന് വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ്, അതിനേക്കാൾ വലിയ മുഷ്കുകളാണ്, അവരെയും ഡീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? അവരെ അയൽവാസികളുടെ അടുത്ത് അന്വേഷിക്കും. അയൽവാസികൾ പിന്നെയും പ്രശ്നക്കാരല്ല, അപ്പോൾ അയൽവാസികളുടെ അടുത്ത് അന്വേഷിക്കും. അല്ലെങ്കിൽ നാട്ടിൽ ആ ചെറുക്കൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അന്വേഷിക്കും. തുടങ്ങി ഇൻഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? അന്വേഷിക്കാനായിട്ട് തുടങ്ങും. ആ സോഴ്സസിനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരെന്താണ്? ഇൻഡയറക്റ്റ് സോഴ്സസ് ആണ്. അല്ലെങ്കിൽ അവർ ഇന്ന കറക്റ്റ് കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ അയൽവാസികൾ കുറച്ചും കൂടി നല്ല മെച്ചപ്പെട്ട മനുഷ്യന്മാരാണ്, അപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ തുറന്ന് പറയും എന്നുള്ള രീതിയിൽ നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിച്ച്, ബാക്കി എല്ലാ സ്ഥലത്തൊക്കെ അന്വേഷിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ഡീറ്റെയിൽ അവനെ കുറിച്ചിട്ട് എടുക്കും. ആ ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇൻഡയറക്റ്റ് സോഴ്സസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാദ്യം വരുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിയോഴ്സാണ്. മീറ്റിയോഴ്സ്, എർത്തിൻ്റെ സർഫസിൽ വന്ന് പതിക്കുന്ന മീറ്റിയോഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിൻ്റെ സർഫസ് അല്ലെങ്കിൽ എർത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് പറ്റും. കാരണം എന്താ? ഈ മീറ്റിയോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവൻലി ബോഡീസാണ്. ഹെവൻലി ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലാനറ്റ്സ്, അല്ലെങ്കിൽ സർട്ടൺ എമൗണ്ട് ഓഫ് ഡെബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുകപടലങ്ങൾ അല്ലെങ്കിൽ കഷ്ണങ്ങൾ. അപ്പോൾ ദീസ് ആർ ഓൾ ഹെവൻലി പാർട്ടിക്കിൾസ്. ഈ ഹെവൻലി പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഉണ്ടായത്? സിമിലർ ടു ദാറ്റ് ഓഫ് എർത്ത്. അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് എങ്ങനെയാണോ ഉണ്ടായത്, എർത്ത് എങ്ങനെയാണോ ഉണ്ടായത്, അതിന് സിമിലർ ആയിട്ടാണ് ഈ ഹെവൻലി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ മീറ്റിയോഴ്സും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് അവരുടെ സിമിലർ സ്ട്രക്ചർ ആയിരിക്കും എന്നുള്ളൊരു നിഗമനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മീറ്റിയോഴ്സിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ഇപ്പോൾ ഈ ചെക്കന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയനുണ്ടെന്ന് വിചാരിക്കുക. അവന് ഏകദേശം സിമിലർ ഒരു സ്വഭാവമാണ്, പക്ഷെ ഡീൽ ചെയ്യാൻ പറ്റും. കാരണം ചെറിയൊരു കൊച്ചല്ലേ, കുറച്ച് എന്തെങ്കിലുമൊക്കെ ക്രയവിക്രയങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൂത്രമൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കനെ വരുതിയിൽ നിർത്താമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ അവൻ്റെ അനിയൻ്റെ സ്വഭാവം ഉപയോഗിച്ചിട്ട് അവനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു സ്മോളർ സ്പെസിമെൻ എടുത്തു കഴിഞ്ഞിട്ട് ആ സ്പെസിമെനെ കുറിച്ച് പഠിച്ചിട്ട് വലിയ ആളെക്കുറിച്ച് പഠിക്കുക.
അതാണ് സിമിലർലി എന്തൊരു സംഭവിക്കുന്നത് മീറ്റിയേഴ്സിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ മീറ്റിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ മിനിയേച്ചർ സൈസാണ്. അപ്പോൾ മീറ്റിയേഴ്സിനെ കുറിച്ചിട്ട് അതിൻ്റെ ലെയറുകളെ കുറിച്ച് പഠിച്ചിട്ട് പിന്നെ ആ ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് എർത്തിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. എർത്തിൻ്റെ ലെയറുകൾ ഇന്ന ലെയറുകളുണ്ട്, ഇന്ന സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതൊരു പ്രോസസ്സ്. അതാണ് ഒരു ഇൻഡയറക്റ്റ് പ്രോസസ്സ്. മനസ്സിലായല്ലോ? ആ സെൻറ്റൻസാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അനദർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആർ മീറ്റിയേഴ്സ് ദാറ്റ് റീച്ച് ദ എർത്ത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ മെറ്റീരിയൽ കംസ് ഫ്രം ദ അനാലിസിസ് ഫ്രം ദ മീറ്റിയേഴ്സ്, ഇറ്റ് ഈസ് നോട്ട് ഫ്രം ദ ഇൻറ്റീരിയർ ഓഫ് എർത്ത്. അതായത് സർഫസിൽ വന്ന് പതിക്കുന്ന മീറ്റിയറുകൾ ഇൻറ്റീരിയറിൽ നിന്നല്ല വരുന്നത്, പക്ഷേ അവയുടെ സ്ട്രക്ചർ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ സിമിലർ ടു ദാറ്റ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എർത്തിൻ്റെ സംഗതികളെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതൊന്ന്. ഇനി മറ്റൊരു മെത്തേഡ് എങ്ങനെയാണ്? മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ കുറിച്ചും മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചും സീസ്മിക് ആക്ടിവിറ്റീനെ കുറിച്ചൊക്കെ പഠിക്കാം. ഒന്ന് ഗ്രാവിറ്റി നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റിയുടെ പ്രത്യേകത എന്താ? എർത്തിൻ്റെ ഗ്രാവിറ്റിയുടെ പ്രത്യേകത എന്താ? എർത്ത് എപ്പോഴും അതിൻ്റെ സെൻറ്ററിലേക്ക് പാർട്ടിക്കിൾസിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ആണല്ലോ. എർത്ത് എപ്പോഴും അതിൻ്റെ സെൻറ്ററിലേക്ക് എന്ത് ചെയ്യും, പാർട്ടിക്കിൾസിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ആസ് എ റിസൾട്ട് എന്ത് ചെയ്യും, അവയ്ക്ക് വെയിറ്റ് ഉണ്ടാവും, ആണല്ലോ. ഇപ്പം നിനക്ക് വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ നിൽക്കുമ്പോൾ വെയിറ്റ് ഉണ്ട്, ശൂന്യാകാശത്ത് ചെന്ന് കഴിഞ്ഞാൽ വെയിറ്റ് ഇല്ല എന്ന് പറയുന്നതിന് കാരണം മെയിൻ എന്താണ്? എർത്തിൻ്റെ സർഫസിൽ നിൽക്കുമ്പോൾ എർത്ത് നിന്നെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ ആ പിടിച്ച് വലിക്കുന്ന ഫോഴ്സാണ് നിനക്ക് എന്തായിട്ട് അനുഭവപ്പെടുന്നത്, നിൻ്റെ വെയിറ്റ് ആയിട്ട് അനുഭവപ്പെടുന്നത്. ശൂന്യാകാശത്ത് പോയി കഴിഞ്ഞാൽ എർത്തിനെ പിടിച്ച് വലിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിനക്ക് വെയിറ്റും ഇല്ല സ്വാഭാവികമായിട്ട്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ ഫോഴ്സ്. അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ഒരു ഫോഴ്സാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ വെയിറ്റ് അല്ലെങ്കിൽ കനം എന്ന് പറയുന്നത്. കനം ഈസ് എ ഫോഴ്സ്. ഓക്കെ, ഇറ്റ്സ് എ ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സ് മൂലമാണ് നമുക്ക് വെയിറ്റ് സംഭവിക്കുന്നത്. കനം കൂടിയ മാസ് കൂടിയ ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫോഴ്സ് എർത്ത് എക്സേർട്ട് ചെയ്യും, അപ്പോൾ കൂടുതൽ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതന്നെ, ലിറ്ററലി അതന്നെ. അപ്പം ഈ ഗ്രാവിറ്റിയുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എർത്ത് ഓൾമോസ്റ്റ് എന്തല്ല, സ്പെറിക്കൽ ഷേപ്പല്ല, പകരം ഒരു ജിയോയിഡൽ ഷേപ്പാണ്. ജിയോയിഡൽ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോൾസിനകത്ത് കുറച്ച് പരന്നിട്ട് ഇക്വേറ്ററിൻ്റെ അവിടെ കുറച്ച് ബൾജ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടായാൽ അതിൻ്റെ പ്രത്യേകത എന്താ? റേഡിയസ് ഡിഫറൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേറ്ററിൻ്റെ റേഡിയസ് എടുത്തു കഴിഞ്ഞാലും പോൾസിൻ്റെ റേഡിയസ് എടുത്തു കഴിഞ്ഞാലും പോൾസിൻ്റെ റേഡിയസാണ് കുറച്ചും കൂടി കുറവ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്നുള്ള ദൂരം. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ റേഡിയസ് ഈവൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇക്വേറ്ററിൽ കൂടുതലാണ്, പോൾസിൽ കുറവാണ്. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാലുള്ള മെച്ചം എന്താ? ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അകലം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സിൻ്റെ ബലം കൂടും. അതായത് അകലം കൂടുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് ഫോഴ്സിൻ്റെ ബലം കൂടും. അതായത് ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിസ്റ്റൻസ് പകുതിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ചിലപ്പോൾ 4 മടങ്ങായിട്ടായിരിക്കും കൂടുക. അതായത് ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ഫോഴ്സ് കൂടും. പക്ഷേ ആ കൂടുന്ന റേറ്റ് ഡബിൾ റേറ്റിലാണ് കൂടുക. ഇപ്പോൾ ഡിസ്റ്റൻസ് പകുതിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് പകുതിയായി പകുതിയായാൽ അതിൻ്റെ ഫോഴ്സ് എന്താവും? 4 ഇരട്ടിയായിട്ട് കൂടും. ഇനി ഡിസ്റ്റൻസ് 2 ഇരട്ടി ആയാലോ ഫോഴ്സ് 4 ഇരട്ടിയായിട്ട് കുറയും. ഓക്കെ, 4 ടൈംസ് ആയിട്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതിൻ്റെ കേസിനകത്ത്? ഈ പറഞ്ഞിട്ടുള്ള ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എർത്തിൻ്റെ മാസും അൺഈവൺ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ എർത്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്ത് കറക്റ്റ് ഒരു സ്ഫിയറോ അല്ലെങ്കിൽ ഗോളോ അല്ല. അതിൻ്റെ മാസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സർഫസിന് ഇങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ എന്തുണ്ട്, ഷെയ്പ്പ് അൺഈവൺ അല്ല. ജസ്റ്റ് ഇതുപോലെ ഒരു റോക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ അൺഈവൻ ആയിട്ടുള്ളൊരു ഷേപ്പാണ് ഇതെന്ന് പറയുന്നത്, എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അത് ആകെ മൊത്തമായിട്ട് എടുത്ത് നോക്കുമ്പോൾ അകലെന്ന് നോക്കുമ്പോൾ നമുക്കൊരു സ്ഫിയറായിട്ട് കാണുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അൺഈവൻ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസുകൾ ഓരോ സ്ഥലത്തും പലതരത്തിലായിരിക്കും. ആൻഡ് ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? ഓരോ പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ ഗ്രാവിറ്റിയുടെ വ്യത്യസ്തത അല്ലെങ്കിൽ വ്യത്യാസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എർത്തിൻ്റെ ഷേപ്പിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. എർത്തിൻ്റെ
ഷേപ്പിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എർത്തിൻ്റെ ഷേപ്പിനെ കുറിച്ചിട്ട് ഏകദേശ ധാരണ നമുക്ക് കിട്ടും. ഏതുപയോഗിച്ചിട്ട്? ഗ്രാവിറ്റിയിലുള്ള വ്യതിയാനങ്ങൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലുള്ള വ്യതിയാനങ്ങൾ ഉപയോഗിച്ചിട്ട്. ഇനി മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്ത് ക്വേക്സ് ആണ്. ഓക്കെ, എർത്ത് ക്വേക്സ് ആണ്. ഇപ്പോൾ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എർത്ത് ക്വേക്ക് സർഫസിലേക്ക് എത്താൻ എത്ര സമയമെടുത്തു, അല്ലെങ്കിൽ അത് ഓപ്പോസിറ്റ് ഭാഗത്ത് എത്രയൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറഞ്ഞ പോലെ തന്നെ എർത്തിൻ്റെ സർഫസുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എർത്തിൻ്റെ ഫോർമേഷനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ലെയറുകളെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് പഠിക്കും. എർത്ത് ക്വേക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാമല്ലോ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞ്. ഇന്ന് നമ്മൾ ഇൻറ്റീരിയർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞു. എർത്തിനൊരു ഇൻറ്റീരിയർ ഉണ്ട് എന്ന് പറഞ്ഞു. എർത്തിൻ്റെ സർഫസിലുണ്ടാകുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസ് അല്ലെങ്കിൽ അതിൻ്റെ ജോഗ്രഫി ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ടൈപ്പ് ഓഫ് പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് പ്രോസസ്സുകളുടെ ഫലം മൂലമാണ്. അത് എക്സോജനിക്കും ഉണ്ട്, എൻഡോജനിക്കും ഉണ്ട്. എക്സോജനിക് എന്ന് പറഞ്ഞാൽ സർഫസിലുണ്ടാകുന്ന പ്രോസസ്സുകൾ, എൻഡോജനിക് എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലുണ്ടാകുന്ന പ്രോസസ്സുകൾ. ഓക്കെ, ഈ പ്രോസസ്സുകളുടെ ഫലമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എർത്ത് ഒരു ഫോർമേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിൻ്റെ സർഫസ്, എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെയറായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു സ്ഫിയറാണ്. പല ലെയറുകൾ മൂലം ഫോം ചെയ്തിട്ടുള്ള ഒരു സ്ഫിയറാണെന്ന് പറയുന്നത് എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വിധത്തിലുള്ള സ്രോതസ്സുകളുണ്ട്. ഡയറക്റ്റ് സോഴ്സസ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് സോഴ്സ് ഉണ്ട്. ഡയറക്റ്റ് സോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്പെസിമെൻ എടുത്ത് കളക്ട് ചെയ്തിട്ട്, സ്പെസിമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പിളുകൾ എടുത്ത് കളക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തത് ഇൻഡയറക്റ്റ് സോഴ്സ്. ഇൻഡയറക്റ്റ് സോഴ്സിൻ്റെ പ്രത്യേകത എന്താ, നമുക്ക് സ്പെസിമെൻ എടുക്കാൻ പറ്റത്തില്ല, പക്ഷേ വേറെ പല ഫാക്ടേഴ്സും തിരിച്ചറിഞ്ഞ് അതുപയോഗിച്ചിട്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എർത്തിൻ്റെ സർഫസിനെ കുറിച്ച് പഠിക്കാനായിട്ട് പറ്റും. അതാണ് ഇൻഡയറക്റ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞു പോയത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു തവണ മെയിൻ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മെയിൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ സെക്ഷനാണ്. നോക്കി എന്താ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കണം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഇൻഡയറക്റ്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് എർത്ത്. അപ്പോൾ അതിന് എങ്ങനെ ആൻസർ എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻഡയറക്റ്റ് സോഴ്സസ് ഓഫ് എർത്തിനെ കുറിച്ചിട്ട് എങ്ങനെ ആൻസർ എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ഇൻഫർമേഷൻ അബൌട്ട് എർത്ത് ക്യാൻ ബി, ഇൻഫർമേഷൻ അബൌട്ട് എർത്ത് ക്യാൻ ബി കളക്റ്റഡ് ബൈ 2 മെത്തേഡ്സ്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്സ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. അതിൽ ഡയറക്റ്റ് മെത്തേഡ്സിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, കാര്യമായിട്ടൊന്നും പറയണ്ട. ഇഫ് ദ സ്പെസിമെൻ ലൈക്ക് റോക്സ്, ലാവ etc. can be studied or samples can be taken and using this the ടോപ്പോഗ്രഫി അല്ലെങ്കിൽ എർത്തിൻ്റെ ടോപ്പോഗ്രഫീനെ കുറിച്ചിട്ട് പഠിക്കുന്നു. ടോപ്പോഗ്രഫി ഓഫ് എർത്ത് ഈസ് സ്റ്റഡീഡ്. അതാണ് ഒരു പ്രോസസ്സ്. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് സോഴ്സസിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് സോഴ്സസിനെ കുറിച്ചിട്ട്, ഡയറക്റ്റ് സോഴ്സസിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ എഴുതിയാൽ മതി. ഡയറക്റ്റ് സോഴ്സസ്, ഇൻഡയറക്റ്റ് സോഴ്സസ് ആർ സർട്ടൻ എൻറ്റൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. എൻറ്റൈറ്റീസ് വിച്ച് വി ഡിപ്പെൻഡ് ടു ഫൈൻഡ് ദ ഇൻഫർമേഷൻ അബൌട്ട് എർത്ത്. എൻറ്റൈറ്റീസ് അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സച്ച് ആസ് samples from meteors, gravity, magnetic field etc. ഇനി മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചാലുള്ളൊരു മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എർത്തിൻ്റെ കോറ് അല്ലെങ്കിൽ കോറിനകത്ത് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്.
എർത്തിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതായത് സണ്ണിൽ നിന്ന് വരുന്ന റേസ് എർത്തിന് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എർത്തിൻ്റെ സെൻറ്ററിൽ എന്തുണ്ടെന്നാണ്, അയേൺ കോമ്പോണൻസ് കൂടുതലുണ്ടെന്നാണ്. കാരണം മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അയേൺ അല്ലെങ്കിൽ അയേൺ ലൈക്ക് കോമ്പോണൻസിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ അയേൺ ലൈക്ക് കോമ്പോണൻസിന് ആണ് മെയിനായിട്ട് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയധികം ചാർജുകൾ, ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് ചാർജസ് ഉണ്ട് എന്നുള്ളത് പഠിച്ചിട്ടില്ല, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും മൂവ് ചെയ്യുമ്പോൾ, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുമ്പോഴല്ല ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുകയുള്ളൂ, ഈ പറഞ്ഞിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതെ ഇതിന് ചുറ്റും ഒരു പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ എർത്തിൻ്റെ ചുറ്റും അയേണിൻ്റെ ആറ്റംസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് 2 കാര്യങ്ങൾ മനസ്സിലായി. എർത്തിൻ്റെ സെൻറ്ററിൽ എന്തുണ്ട്, അയേൺ ധാരാളമായിട്ടുണ്ട്. രണ്ടാമത്തത് ഈ പറഞ്ഞിട്ടുള്ള എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള അയേൺ പാർട്ടിക്കിൾസ് എന്ത് ഫോമിലാണ്, ഓൾമോസ്റ്റ് ലിക്വിഡ് ഫോമിലാണ്. കാരണം എന്താ, ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സോളിഡ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ, എർത്തിൻ്റെ സെൻറ്ററിലുള്ള ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഫോമിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ട് എർത്തിൻ്റെ സെൻറ്ററിനകത്തുള്ള ലിക്വിഡ് സ്റ്റേറ്റിലാണോ സോളിഡ് സ്റ്റേറ്റിലാണോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പറ്റും. ഓക്കെ അതവിടെ പറയാൻ വിട്ടുപോയി എന്ന് മാത്രം. യെസ്, ഇനി അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനിഷൻ ഇവിടെ അങ്ങനെ ഉണ്ട് എഴുതാം. പിന്നെ ഇൻഡയറക്റ്റ് സോഴ്സസ് ഇൻക്ലൂഡ് ഗ്രാവിറ്റി, മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെ കാര്യങ്ങൾ എഴുതി. ഇറ്റ് ഈസ് ഗ്രേറ്റർ നിയർ ദ പോൾസ് ആൻഡ് ലെസ് നിയർ ദ ഇക്വേറ്റർ ബിക്കോസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഇക്വേറ്റർ ബീങ് ഗ്രേറ്റർ ദാൻ ദാറ്റ് അറ്റ് ദ പോൾസ്. ഈ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസസൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ താഴെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. അതിൽ ഫസ്റ്റത്തെ കേസ് മീറ്റിയോഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഡിഫൈൻ ചെയ്യാം. അത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മീറ്റിയോഴ്സ് ആർ heavenly bodies which fall towards earth from space എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നീട്ടി കുറുക്കിയിട്ട് കുറേ അധികം കത്തിയടിക്കാം. fall towards from the space, and as a result, since meteors are miniature models of planet, studying meteors helps us to understand the Earth's structure. അതൊന്ന്. രണ്ടാമത്തത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫീൽഡിനെ കുറിച്ചിട്ട് അങ്ങനെ ഉണ്ട് എഴുതാം. ഗ്രാവിറ്റി ഈസ് ഫോഴ്സ് exerted by earth on particles at its surface. These forces vary as the distance changes. Since Earth is not a uniform sphere, instead it has certain irregular formations. The distance may not be equal cannot be equal at all places. This causes variations in gravity, and as a result we may be able to
സ്റ്റഡി അബൌട്ട് എർത്ത്സ് സർഫസ്. അതൊന്ന്. ഇനി നേരത്തെ ഞാൻ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇതേപോലെ കുറച്ച് കത്തിയായിട്ട് നമുക്ക് എഴുതിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല വൃത്തിക്ക് അങ്ങനെ എഴുതി കൂട്ടാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോക്സ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.